കിളിയെല്ലാം കൂടാകും വീട്ടിലെ ചെല്ലക്കുഞ്ഞിന്നും കൂട്ട് ആലോല കൊമ്പത്തൊരു ഞാലിട്ടാടുമ്പോൾ ആയത്തിലാട്ടുന്ന പാട്ട് വാലിട്ടെഴുതുമ്പോൾ നോക്കുവാനുള്ളൊരു വാൽ കണ്ണാടിയിൽ അച്ഛൻ്റെ കണ്ണുകൾ വാലിട്ടെഴുതുമ്പോൾ നോക്കുവാനുള്ളൊരു വാൽ കണ്ണാടിയിൽ അച്ഛൻ്റെ കണ്ണുകൾ കാണിപ്പൊന്നിൻ കമ്മലണിഞ്ഞ് കുന്നിമണി മാലയണിഞ്ഞ് കുഞ്ചി കുഞ്ചി കുറുമ്പുമ്പോൾ പുഞ്ചിരി പാല കുറുക്കുന്നൊരോർമ്മ എന്നച്ഛൻ. എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ്. അച്ഛൻ്റെ പിറന്നാളൊന്നും അധികം അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ വർഷം ഞാൻ സത്യം പറഞ്ഞ് അറിഞ്ഞത് തന്നെ ലേറ്റായിട്ടാണ്. ഉച്ചയായപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണെന്ന്. അച്ഛൻ ജനിച്ച ദിവസമൊന്നും അധികം ഓർമ്മയില്ല. അച്ഛൻ്റെ നാൾ വെച്ചിട്ടാണ് അമ്മ പിറന്നാളായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല. ഉച്ചയായപ്പോഴാണ് അമ്മ വിളിച്ചിട്ട് ചോദിച്ചത് ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ്, നിനക്ക് അറിയില്ലേ എന്ന്. എന്നാൽ അമ്മ ഇന്നലെ വിളിച്ച് പറഞ്ഞെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു. പിന്നെ അനിയത്തിയും നാട്ടിലില്ല, അവൾ ഗൾഫിലല്ലേ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴേക്കും അവർക്കൊരു സർപ്രൈസായിട്ട് കേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ കേക്ക് വേൾഡിൽ വന്ന് കേക്ക് വാങ്ങാനായിട്ട് ഞങ്ങൾ വരാനായിട്ട് കേക്ക് വാങ്ങാൻ പോകാനായിട്ട് ഇറങ്ങിയ കട കേക്ക് വേൾഡ് അല്ല സത്യത്തിൽ. അല്ലാണ്ട് വേറൊരു ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ എന്തോ ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. അങ്ങനെ ചേട്ടൻ പറഞ്ഞ് നമുക്ക് അവിടെ പോയി കേക്ക് നോക്കാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സംഭവം അവിടെ ചെന്നപ്പോഴേക്കും ആ കട ക്ലോസ് ആയിരുന്നു. ഞായറാഴ്ചത്തെ വ്ളോഗാണ് ഇത്. അപ്പോൾ ഞായറാഴ്ച ദിവസം ആ കട തുറന്നിട്ടില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ എന്താഘോഷത്തിനും കേക്ക് വേൾഡിൽ നിന്നാണ് കേക്ക് വാങ്ങാറ്. അത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴേക്കും അവർ ഡെലിവറി ചെയ്തോളും വീട്ടിൽ. പിന്നെ ഞങ്ങൾ നേരെ അങ്ങ് പോയിട്ട് ഹാഫ് kg കേക്കാണ് വാങ്ങിയത്. അതിപ്പോൾ 1 kg ഒക്കെ വാങ്ങിയാൽ കേക്ക് തീരെയില്ല. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഹാഫ് kg ബട്ടർ സ്കോച്ചാണ് വാങ്ങിച്ചത്. അപ്പോൾ അപ്പാപ്പന് 1000 ജന്മദിനാശംസകൾ എന്ന് എഴുതാമോ എന്ന് ചോദിച്ചു. കാരണം അത്രയ്ക്ക് സ്പേസേ അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കേശുവിൻ്റെ കണക്കായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ എഴുതാൻ പറഞ്ഞത്. അങ്ങനെ അവരെന്തായാലും അവരെ കഴിവ് സമ്മതിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് അവർ അത്രയും എഴുതി ഒപ്പിച്ച് തന്നല്ലോ. എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇത്രയും എഴുത്ത് അതിൽ നിൽക്കുമെന്ന്. അപ്പോൾ എന്തായാലും അവരതേപോലെ തന്നെ എഴുതി തന്ന് അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് കേക്കൊക്കെ വാങ്ങി ഇനി നേരെ വീട്ടിലോട്ട്. പിന്നെ കേശുവിൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നാണ്, എല്ലാ ബർത്ത്ഡേക്കും ഇവിടെ നിന്നാണ് കേക്ക് ഓർഡർ ചെയ്യാറ്. ഇപ്പം ഇവിടുത്തെ അമ്മയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു, അതിന് എൻ്റെ ബർത്ത്ഡേ എന്ത് ആഘോഷം വന്നാലും ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്യണത് ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കേക്ക് ഓർഡർ ചെയ്തപ്പോൾ നല്ലൊരു പണി കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ വന്നെടുക്കാത്തത്. എന്ന് വെച്ചാൽ കേശുവിൻ്റെ ഒരു കാത്തു തീമിൽ കേശുവിനൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അത് വന്ന് എടുത്ത് കൊണ്ടുപോയപ്പോഴേക്കും ഞങ്ങൾ കയ്യിൽ വെച്ചിരുന്ന രീതി എന്തോ ശരിയാവാണ്ട് കേക്ക് കാത്തുവിൻ്റെ തലയൊക്കെ ചപ്പിപ്പോയി. അതിനുശേഷം നമ്മൾ അവരെ കൊണ്ട് തന്നെ ഡെലിവറി ചെയ്യിക്കും. ഇതിപ്പോൾ തീം കേക്കൊന്നും അല്ലല്ലോ, സാധാ ഒരു നോർമൽ കേക്കല്ലേ. അങ്ങനെ അച്ഛൻ്റെ 63ാമത്തെ പിറന്നാളാണ്. മോനെ കൊണ്ട് തന്നെ 6ഉം 3ഉം ഇടമെന്ന് പറഞ്ഞപ്പോഴേക്ക് മെഴുകുതിരി എടുക്കണമല്ലോ. അങ്ങനെ കേശു 6ഉം 3ഉം ഒക്കെ കണ്ടുപിടിച്ച് മെഴുകുതിരിയൊക്കെ എടുത്ത്. പിന്നെ കേക്ക് വേൾഡും ഇപ്പോൾ കുറേ റിനോവേഷനൊക്കെ നടത്തി. നമ്മൾ ആദ്യം വന്നപ്പോഴേക്കും അയ്യോ കേക്ക് വേൾഡ് ഇവിടെ ഇല്ലേ എന്ന് തോന്നി. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടായിരുന്നല്ലോ. ഇപ്പോൾ അവിടെ കഴക്കൂട്ടം ഭാഗം ഈ ഭാഗമെല്ലാം ഇങ്ങനെ റോഡ് വികസനം വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ സ്ഥലം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേക്ക് വേൾഡും അങ്ങ് പുറകുവശത്തോട്ടാക്കി. അപ്പോൾ അതിൻ്റെ ആ ഒരു ഔട്ട്ഫിറ്റും ഫുള്ള് മാറി. മുന്നേ വന്ന് കാണുമ്പോഴുള്ള ആ ഒരു രീതി അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെന്ന് കയറിയപ്പോൾ പുതിയ ഏതോ ഒരു കടയിൽ ചെല്ലുന്നത് പോലെയാണ് തോന്നിയത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം വന്നും ഈ തീം കേക്കൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റായിട്ട് ചെന്നാണ് തീം പറഞ്ഞ് ഓർഡർ ചെയ്യണത്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി കേക്ക് വേൾഡിൽ നിന്ന് ഇറങ്ങി. ഇപ്പം സമയം 5:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു തോന്നലുണ്ട്, രാവിലെ അമ്പലത്തിൽ പോയില്ലെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും വൈകുന്നേരം ആയിരിക്കും അമ്പലത്തിൽ പോണത്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവരവിടെ കാണുമോ. അങ്ങനെ കേക്കൊക്കെ വാങ്ങി ഞങ്ങൾ പോണ വഴിക്ക് അവിടെ ഒരു മാക്ഡൊണാൾഡ്സിൻ്റെ ഒരു കടയുണ്ട്, ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ എപ്പോൾ ചെല്ലുമ്പോഴും അതുവഴി പോകുമ്പോഴും കേശു ഇങ്ങനെ ഈ ഒരു സംഭവം ഇങ്ങനെ നോക്കി നിൽക്കുക, നല്ല ജോക്കർ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മോനെ അവിടെ കൊണ്ട് അതിൻ്റെ അടുത്തൊക്കെ ഇരുത്തി ഫോട്ടോയൊക്കെ എടുപ്പിച്ച് കുറേ പേര്, മിക്ക ആൾക്കാരും അവിടെ വന്നിരുന്ന് ഇങ്ങനെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് പോണത് കാണാറുണ്ട്.
അങ്ങനെ കേശു ഇന്ന് സൗകര്യപൂർവ്വം അതിൻ്റെ കൂടെ ഇരുന്ന് അതിൻ്റെ കൂടെ കുറച്ച് നേരമൊക്കെ കളിച്ച് രസിച്ച് അതിന് മൊത്തം കേശു മുത്തം കൊടുക്കാനൊക്കെ പോവേണമെന്ന് വെച്ചാൽ അത് ഫുള്ള് പൊടിയടിച്ചിരിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും സമ്മതിച്ചില്ല. കുറച്ച് സമയം അവിടേക്ക് നിന്ന് കളിച്ചിട്ട് അതിന് ഷൂ ഒക്കെ തടയുന്നൊക്കെയാണ് കേശു. അത് കഴിഞ്ഞതാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലോട്ട് പോകണം. സന്ധ്യ ആവാറായി. അപ്പോൾ ദാ ഈ ഒരു സമയത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണം നമ്മൾ ഈ ബൈപ്പാസ് സൈഡ്. അയ്യോ ഭയങ്കര റഷും ആയിരിക്കും. നല്ല രസമാണ് കാണാനായിട്ട്. ഞാൻ പറയും പോലെ ഇഷ്ടം പോലെ ഹോട്ടലുകൾ, കഫേകൾ, പിന്നെ എന്താ പറയാനായിട്ട് എന്ത് തുടങ്ങിയാലും അതിനകം നിറയെ ആളായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിലെത്തി. കേശുദാ പായസം വെക്കുന്നു. കുട്ടണ്ണല്ലേ പായസം ശരിയാ റെഡി ആയ അമ്മ പായസം. മധുരം കുറവാന്ന് കുറവൊന്നും അതെനിക്ക് അങ്ങനെ എടുത്തോണ്ട് പോകാൻ പറ്റൂല. അമ്മ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടിരിക്കണം. അപ്പൊ അതിൽ കൊടുക്കും. എന്തെങ്കിലും നോക്കി ഞാൻ തപ്പി പിടിച്ചാണ് ഫോട്ടോയും വീഡിയോ എടുത്തത്. അത് എനിക്ക് അതേ ഉള്ളു. എന്റെ വേറെ വീഡിയോ ഫോട്ടോ ഇല്ല. പോയാ അമ്മ ഒരു ഇവിടെ തുടക്കാൻ ഒരു തുണി ഇങ്ങോട്ട് തണം. അവനറിയാം. ഓ ചേട്ടന് കഴക്കൂട്ടം എവിടെ പോണം? പൂക്കട അവനെ കൊണ്ട് അങ്ങനെ ദാ കേക്കൊക്കെ കൊണ്ടുവച്ച് ഇനി കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അച്ഛന് ഭയങ്കര മടിയാണ് കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട്. അച്ഛനിങ്ങനെ വിളിച്ചു കൊണ്ട് നിർത്തണം. അങ്ങനെ ദാ 63 ഒക്കെ വെച്ചിട്ട് അച്ഛൻ്റെ 63ാമത്തെ ജന്മദിനം ഞങ്ങളങ്ങനെ ആഘോഷിക്കാനായിട്ട് പോണതാണ്. സാധാരണ ഈ ചട്ടമ്പി സ്വാമിയുടെ ജന്മദിനം വരുമ്പോഴാണ് അച്ഛൻ്റെയും ജന്മദിനം. അത് വെച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ഓർത്ത് വെച്ച് പത്രത്തിൽ കാണുമ്പോഴേക്കും അയ്യോ ഇന്ന് അച്ഛൻ്റെ ജന്മദിനമാണല്ലോ എന്ന് ഓർക്കണത്. ഇപ്പം ഞാനങ്ങനെ പത്രം വായിക്കണ ശീലമൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ രാവിലെ എണീച്ച് പത്രം നോക്കുമ്പോഴുണ്ടല്ലോ നല്ല വാർത്തകളൊന്നും അതിൽ കാണൂല. ഉള്ള സമാധാനം കൂടെ കളയണ എന്തിനാണെന്ന് വെച്ചിട്ട് എപ്പോഴെങ്കിലും വൈകുന്നേരമോ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴായിരിക്കും പത്രം എടുത്ത് നോക്കണത്. കത്തി അതിന്റെ അപ്പൊ അവിടെ കൈ പിടിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു യു. തരാ വയ്യ നിനക്കുണ്ട്. അമ്മ അമ്മാമയ്ക്ക് വെച്ചോട് വെച്ചോടേ. കൊച്ചിന് ഓടെ ഇത് എങ്ങനെ അയ്യോ മെഴുകുതിരി പൂതിയാണ്. അത് ഒത്തിരിച്ചേ നിങ്ങൾക്ക് വായിലൊന്നും വെച്ചേരുണ്ടല്ലോ. നിങ്ങളെല്ലാം എന്ത് കൂടെ കൂടെ അപ്പാപ്പനോട് എനിക്കെന്താ നിങ്ങൾക്ക് പിന്നെ ഇതൊന്നും തോന്നണ്ടാന്ന് വെച്ച് തരണതേ ഉള്ളു.
വെച്ചോളൂ ഒരു പീസ്. അതിൽ കട്ട് ചെയ്ത് വെച്ചേരും. കട്ട് ചെയ്തിട്ട് അത് കുറച്ച് കട്ട് ചെയ്തിട്ട് ആ ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് എനിക്ക് ആ സാധനം വേണ്ട അതിന്റെ ബേക്ക് ആ ചോക്ലേറ്റ് എടുത്താൽ കൂടെ. ഇത് വേണ്ടല്ലേ ഇത് മഴ അതാ ഇനി ഒരു പ്ലേറ്റ് എടുത്തതാ അമ്മ. ഇതുകൊണ്ട് അവിടെ ഇരിക്കണം. ഇതുപോലെ കൊടുത്തത് ആർക്കും വേണ്ടെന്ന് പറയാം. യവന്മാരിപ്പം അങ്ങനെ എടുക്കല്ലേ നമുക്ക് പ്ലേറ്റ് വെച്ച് തരാം അല്ലേ? ആ ഇതാണ് കണക്ക്. ചുമ്മാ ക്യാഷ് വെളിയിലെടുത്താൽ മാറ്റി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ എന്ത് കൂട്ടാ ക്യാഷ് പിന്നെ അത് മൊത്തത്തോടെ തന്നെ ഇരിക്കട്ടെ ചേട്ടൻ. അമ്മ അതങ്ങ് എടുത്ത് മാറ്റി ഞാൻ എഴുതി. ക്യാഷ് ഞാൻ നിനക്ക് എടുത്തു തരാം. ചേട്ടനാണോ? അമ്മ ഇതും കൂടെ തന്നാണ് കൊള്ളാം. ഇത് ക്രീം അയ്യോ ആ ക്രീം വാരി തിന്നണം. അങ്ങനെ കേക്ക് കട്ടയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മ ഇവിടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുക്കറിലാണ് അമ്മ പായസം ഉണ്ടാക്കുന്നത്. അമ്മ പറയുന്നുണ്ട് ഇതിന് കുക്കറിൽ എന്തായാലും കുക്കറിൽ വെച്ചല്ലേ വേവിച്ചത്, ഇനി അതിനെ എടുത്ത് മാറ്റണ്ട, അതിൽ തന്നെ അങ്ങ് വെച്ചാൽ പിന്നെ ആ പാത്രം കൂടെ കഴുകണ്ടല്ലോ എന്ന്. അങ്ങനെ എന്തായാലും കടലപ്പായസം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മ അവിടെ കുറച്ച് തേങ്ങ കട്ട് ചെയ്ത് വെച്ചിരുന്നത് കണ്ടത്. അപ്പോൾ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഇതാണല്ലോ അവസ്ഥ. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നിങ്ങനെ പരതി ആയിരിക്കും നടക്കണത്. അപ്പോഴേക്കും നമ്മുടെ പായസമൊക്കെ അവിടെ തിളച്ച് മറിയണുണ്ട്. പിന്നെ വീട്ടിൽ ചെന്നാൽ എല്ലാം ഒരു അരിപ്പാണ്. എന്തൊക്കെ സാധനങ്ങൾ അവിടെ ഉണ്ട്, എന്തൊക്കെ ഇരിക്കണം, എനിക്ക് എന്തെങ്കിലും അതിൽ കൊണ്ടുപോകാനായിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നടക്കും. അപ്പോൾ അമ്മ പറയുന്നുണ്ടോ അവൾ അരിപ്പ് തുടങ്ങിയെന്ന്. അങ്ങനെ അത് എന്താണെന്ന് നോക്കിയപ്പോഴേക്കും ഞാൻ വിചാരിച്ച സാധനമല്ലായിരുന്നു, ബിസ്ക്കറ്റായിരുന്നു. അങ്ങനെ ഞാനത് അവിടെ പതുക്കെ അവിടെ വെച്ചിട്ട് പോയി. അമ്മ അവിടെ പായസത്തിൻ്റെ ജോലി ഇതുവരെ തീർന്നില്ല. എല്ലാവരും ലേറ്റായാണ് തുടങ്ങിയത്. ഞങ്ങൾ വൈകുന്നേരം അങ്ങോട്ട് ചെല്ലുമെന്നുള്ളത് അമ്മയൊന്നും അറിഞ്ഞില്ലല്ലോ. അങ്ങനെ ഞാനും അച്ഛനും തമ്മിലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറവാണ്. അച്ഛനെ കിട്ടുകയില്ല. അച്ഛനെ പിടിച്ച് നിർത്തി വേണം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. ഇവിടെയുള്ള വീഡിയോ ഒന്നും ഇല്ല. ചിരി അച്ഛാ അമ്മയും കൂടെ അമ്മയും കൂടെ ആവേശം അവനിപ്പോ റെസ്ട്രിക്ഷൻ ആണ്. സിനിമ കാണലെന്ന് സിനിമ ടി വിയിൽ കാണുന്നില്ല. നമ്മളങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ അതിലോട്ട് നോക്കി ഇങ്ങനെ ആരും 3 വരെ കണ്ടുവിടാം. ഞാൻ എന്തെങ്കിലും ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണ് ഒരു ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും ഇടാനായിട്ട് നോക്കുമ്പോഴേക്കും അച്ഛൻ്റെ അമ്മയും ഞാനുമായിട്ടുള്ളത് അങ്ങനെ ഇല്ല. ഫോട്ടോസും വീഡിയോസും ഒന്നും ഇല്ലായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ നമ്മളല്ലാതെ നിൽക്കേണ്ടതും കാര്യങ്ങളൊക്കെ അല്ലേ കാണുള്ളൂ, അല്ലാണ്ട് നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോയും വീഡിയോസൊന്നും ഒന്നുമില്ല. അങ്ങനെയാണ് രണ്ടുപേരെയും പിടിച്ച് നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തത്. ഇനി ഓണത്തിന് അനിയത്തി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വരുമ്പോഴും അവളുമായിട്ടുള്ളതും കുറവാണിപ്പോൾ. അങ്ങനെ കേക്ക് കെട്ടയിലും പായസം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് അങ്ങ് പോയി, കടയിൽ പോയി. അപ്പോൾ ഇനിയിപ്പം കുഞ്ഞമ്മയുടെ മോളും ഭർത്താവും കൊച്ചുമൊക്കെ വരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കേശു ആണെങ്കിൽ അവരെപ്പോൾ വരും അമ്മേ എപ്പോൾ വരുമെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കളിക്കാനായിട്ടേ. ആര് വരണടേ? അതാരടാ അവിടെ ഇരിക്കണത് ആ നടുക്ക്? ഇനിയിപ്പോ ഭയങ്കര കഥയാണ്. ആരെയും മുഖത്ത് നോക്കൂല. അയ്യേ അത് തന്നെ അതിക്കുട്ട പൊട്ടിട്ടേക്കണ അതിക്കുട്ട. ഓ ഇന്നെന്തരടേ കൃഷ്ണൻ? നാളെ അല്ലേടേ കൃഷ്ണൻ? അത് എപ്പോഴേ അവരെവിടെ എത്തി. അങ്ങനെ അവരെത്തിയപ്പോഴേക്ക് കുറച്ച് ലേറ്റായി. ഏകദേശം 9 മണിയോളം ആയപ്പോഴാണ് അവരെത്തിയത്. അങ്ങനെ വന്നിറങ്ങിയപ്പോഴേക്കും മോന് ഭയങ്കര ഗമയാണ്. ഈ പിള്ളേരെല്ലാം ഒരേ സ്വഭാവമാണല്ലോ. വന്നിറങ്ങുമ്പോൾ കുറച്ച് സമയം ഭയങ്കര ഗമയാണ്, ആരോടെയും മിണ്ടൂല. ഞങ്ങൾ വിളിച്ചിട്ടൊന്നും വരണില്ല, അങ്ങനെ നടക്കുകയാണ്. അച്ഛന് കൊടുക്കാനായിട്ട്, അച്ഛൻ്റെ ബർത്ത്ഡേ പിറന്നാളല്ലേ, അപ്പോഴേക്ക് കുറച്ച് ചോക്ലേറ്റും ആയിട്ടൊക്കെയാണ് വന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വാങ്ങിക്കാൻ പോയില്ല, അപ്പോൾ ഇവിടെ ക്യാഷ് കാർഡെന്നാണ് വാങ്ങിച്ചത്. അങ്ങനെ കേശുവും ആദ്യം കൂടെ അവിടെ കളിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് രണ്ടുപേരും. അനന്തും അവിടെ ഇരിപ്പുണ്ട്. അനന്തു TV കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ അവരിന്ന് ഇവിടെ സ്റ്റേ ആണ്. ഞങ്ങൾ രാത്രി അങ്ങ് പോവും. അപ്പോൾ അവർ വന്ന് കയറിയതല്ലേ ഉള്ളൂ. കേശുവിനാണെങ്കിൽ വന്ന സമയം തൊട്ട് ആദിക്കുട്ടൻ കളിക്കണം, ആദിക്കുട്ടൻ്റെ കൂടെ കളിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആദിക്കുട്ടനാണെങ്കിൽ ആ വന്നതിൻ്റെ ക്ഷീണവും പിന്നെ അഷ്ടമി രോഹിണി ആയതുകൊണ്ട് കൃഷ്ണവേഷമൊക്കെ കെട്ടിയായിരുന്നു മോൻ. അപ്പോൾ അതിൻ്റെ ക്ഷീണവും എല്ലാം കൂടെ കൊണ്ട് ആദ്യം ആകെ കോള് മാറിയിരിക്കുകയാണ്. അവിടെ നിന്നൊക്കെ ഇത്തിരി ആറ്റിങ്ങിലാണ് അവരുടെ വീട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വന്ന ആ ഒരു ക്ഷീണമൊക്കെ ആയിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന ചോക്ലേറ്റൊക്കെ അച്ഛൻ എല്ലാവർക്കും കൊടുക്കണുണ്ട്. അപ്പോൾ കേശുവിന് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ആനവായിൽ അമ്പഴങ്ങ പോലെയാണ്. എത്ര ചോക്ലേറ്റ് കഴിച്ചാലും മതിയാവാത്തൊരു കൊച്ചാണ് എൻ്റെ മോൻ. ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ അതിനൊന്ന് കുറച്ചിട്ടുണ്ട്. എത്ര ചോക്ലേറ്റ് വാങ്ങിയാലും അവൻ കഴിക്കും, അത്ര ഇഷ്ടമാണ്. അപ്പോൾ അത് രണ്ടാളും കൂടെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചോക്ലേറ്റൊക്കെ കാണിച്ച് അവിടെ കഴിക്കുകയാണ്. പിന്നെ വീട്ടിൽ ചെന്നാൽ എപ്പോഴും തീറ്റയാണോ ചേച്ചി എന്നൊന്നും ചോദിക്കരുത്. എപ്പോഴും തീറ്റ തന്നെയാണ്. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഇങ്ങനെ അമ്മ എടുത്ത് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കലാണ് പരിപാടി. അപ്പോൾ അതാ ഇപ്പം അവർ കൊണ്ടുവന്ന ചോക്ലേറ്റാണ്. ആദ്യം കഴിക്കണ്ടെന്ന് വിചാരിച്ച് വേറൊന്നും കൊണ്ടല്ല, ചുമ്മാ എന്നാലും അത് കാണുമ്പോൾ കഴിക്കുമല്ലോ, അങ്ങനെ കഴിക്കുകയാണ്. എന്നിട്ട് ഞാനത് കടിച്ചപ്പോഴേക്ക് കേശു അതിൻ്റെ ബാലൻസ് വന്ന് വീണ്ടും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇവിടെ മേളമായിരിക്കും. നമ്മൾ 2 കണ്ടും യവന്മാരുടെ മേലില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓട്ടവും ചാട്ടവും. അതുപോലെ ഫ്രണ്ട് കുറച്ച് ഈ മഴയൊക്കെ പെയ്തിട്ട് കുറച്ച് പായൽ പോലെയൊക്കെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ ആരും കേൾക്കൂലല്ലോ. ഒന്നിനൊന്ന് കാണുമ്പോഴേക്ക് 10 തലയാണ് യവന്മാർക്ക്. അപ്പോൾ അവിടെ കളിച്ച് രസിച്ച് രണ്ടാളും കൂടെ അടിയും കൂടി അങ്ങനെയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ നാളെ അഷ്ടമി രോഹിണി ആയതുകൊണ്ട് അവർക്കും ചാനലുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാനും ഉണ്ട്. ഇവിടെ വന്നാലും അമ്മയുടെ അടുത്ത് വന്നാലും അവിടെ റേഞ്ച് എന്ന് പറയുന്ന സംഭവം അവർക്ക് അറിഞ്ഞേ കൂടാൻ തോന്നുന്നു. ഭയങ്കര പ്രശ്നമാണ് റേഞ്ചിന്. അപ്പോൾ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ അവരും അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കേക്ക് അവർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അവർക്ക് കൊടുക്കാൻ പോണതാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പറയും പോലെ നമ്മളിപ്പോൾ എല്ലാവരും ഒന്നും കാണില്ലല്ലോ, വല്ലപ്പോഴും ഒരു കേക്കെയാണ് പരസ്പരം കാണുന്നത് തന്നെ. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. നമ്മൾ മിക്കത് അവധി ദിവസങ്ങൾ വരണമെന്ന് നോക്കിയിരിക്കും. അവർ രണ്ടുപേരും കൂടെ വരും. ഇവർ ട്വിൻസാണ്. ഒരാൾ എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളാണ്, ഒരാൾ താമസിക്കുന്നത് നെടുമങ്ങാടാണ്. അതിൽ ഇളയ ആളാണ് ഇവള്. അപ്പോൾ ഇവൾക്കൊരു മോനാണ്. അപ്പോൾ അന്ന് ഞാൻ ഷോർട്സ് ഇട്ട സമയത്ത് ചോദിച്ചിരുന്നില്ലേ ചേച്ചി അനിയത്തിയാണോ എന്ന്. എൻ്റെ അനിയത്തി തന്നെയാണ്, എൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ്. എൻ്റെ സ്വന്തം അനിയത്തി ഓണത്തിന് മിക്കവാറും കാണുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഞങ്ങൾ അനന്തുവിൻ്റെ നേതൃത്വത്തിൽ അവന്മാരെ കളിക്കാനൊക്കെ ഏർപ്പാടാക്കിയിട്ട് ഒരു റീൽസ് എടുക്കാമെന്ന് പറഞ്ഞ് ഞാനും അവളും കൂടെ ഇരിക്കുകയാണ്. എൻ്റെ പൊന്നോ, ഒരു റീൽസ് പെട്ടെന്ന് എടുക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. അവന്മാർ വന്ന് അതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടിച്ച് ഒരു നേരമായി ഞങ്ങളത് എടുത്ത് കഴിഞ്ഞപ്പോഴേക്ക് ചെയ്ത് നോക്കാം. ഇത് യവന്റെ സ്വഭാവം ഇത് തന്നെ. റീൽസ് ബാക്കിൽ ആരും വരരുത്. ഒരു റീൽസ് എടുക്കാനുള്ള ഞങ്ങളെ കഷ്ടപ്പാടാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും നല്ല രസം തോന്നി. അതുകൊണ്ടാണ് പിന്നെ ഇതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. എത്ര സമയം എടുത്തെന്നറിയാമോ ഞങ്ങൾ. അപ്പോഴേക്കും ആരെങ്കിലും ബാക്കിൽ വരും, ഞങ്ങൾ വരുമറന്നു. ഒരു മേളമായിരുന്നു. നമ്മളൊരു റീൽ എടുത്തോട്ടെ കേട്ടോ. കുറച്ച് അങ്ങനെ ബാക്കിൽ നിന്ന് ആൾക്കാരെയൊക്കെ മാറ്റി ഞങ്ങൾ എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഓരോരുത്തന്മാർ പരാതിയായിട്ട് വരും. അമ്മ എന്നെ അടിച്ച്, ആദ്യക്കൂട്ടം അടിച്ച്, വല്യമ്മ എന്നെ കേശുചേട്ട അടിച്ച്. അപ്പോൾ ഈ പരാതികൾ പരിഹരിച്ച് വരുമ്പോഴേക്കും ആ പരാതിയിലെ ആൾക്കാർ വീണ്ടും അമ്മ വരും ബാക്കിൽ. അച്ഛൻ്റെ അടുത്ത് വരല്ലേ എന്ന് പറഞ്ഞ് പാവം അച്ഛൻ അപ്പോഴേ അവിടെ നിന്ന് പോയി. അമ്മയാണ് ഇപ്പോൾ പ്രശ്നമായിട്ടിരിക്കുന്നത്. അമ്മ യവന്മാരെ ബാക്കിൽ നിന്ന് അവിടെയല്ലേ, അതുകൊണ്ട് അമ്മ എപ്പോഴും ഇങ്ങനെ ബാക്കിൽ വന്നുകൊണ്ടിരിക്കും. അമ്മ മാറ ഫ്രണ്ട് മുകളിലോട്ടാക്കിട്ടല്ലോ. അപ്പോൾ അത് വരും. മറന്നില്ലേ ക്യാഷ് ഒരു സമാധാനം ഇല്ലാതെയാണ് ഇരിക്കുന്നത്. നമ്മളിവിടെ റീലെടുക്കണ നേരത്ത് അവന്മാരവിടെ വെട്ടും കുത്തും കൊലപാതകവും നടക്കുമെന്നൊരു പേടിയുണ്ട്. പിന്നെ ചേട്ടനും എത്തി. അപ്പോൾ ചേട്ടനുണ്ട്, അമ്മയുണ്ട്, അനന്തുണ്ട്, അച്ഛനുണ്ട്. എല്ലാവരും നോക്കിയാലും
നമ്മൾ നോക്കും പോലെ വരില്ലല്ലോ. അവസാനം എന്തെങ്കിലും വന്ന് വീണാൽ ആ കുറ്റം നമ്മളെ തലയിലും കൂടെ വരും. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓടി പോകണുണ്ട് അവന്മാരെന്തിന് ചെയ്യണമെന്നൊക്കെ നോക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും മാറ്റി ഒരു വിധമാണത് നമ്മൾ ആ റീൽ ചെയ്തെടുത്തത്. ഒരു മിനിറ്റ് ചേട്ടാ, മല്ലികയ്ക്ക് മുമ്പ് എന്നെ ജസ്റ്റ് തട്ടണേ. ഈ റീൽസൊക്കെ എടുക്കണ കഷ്ടപ്പാട് കണ്ടില്ല, അത് നിങ്ങളെ കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും ചോദിക്കുക, ചുമ്മാ ഒരു ജോലിയില്ല, വെറുതെ അങ്ങ് ഇരിക്കുക. അപ്പോൾ ഇത്രയും നല്ല കണ്ടൻറ് ക്രിയേറ്ററൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് വെക്കണം. ഇപ്പോൾ ഇതൊക്കെ ചെയ്യണ ഓരോ സ്ത്രീകളും ഓരോ പെണ്ണുങ്ങളായിരുന്നാലും അവരെല്ലാം ഫാമിലി ഉള്ളവരാണ്, കുഞ്ഞു ഉള്ളവരാണ്. അപ്പോൾ എന്തുമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ഓരോ റീൽസും ഓരോ വീഡിയോ. ഇപ്പം ഞാനൊക്കെ ചെയ്യണ വീഡിയോസ് എന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, അതിൻ്റെ ഇടയിൽ കേശു വന്നാലും പ്രശ്നമില്ല. ഈ കണ്ടൻറ് ക്രിയേറ്റർ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ കാര്യമായിട്ട് പറയേണ്ടത്, അവർക്ക് അവരുടെ ഡയലോഗും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് പിള്ളേരെയൊക്കെ വെച്ചിട്ട് എന്ത് ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾ അവസാനം നമുക്ക് മതിയായി, എങ്ങനെയെങ്കിലും അങ്ങ് ചെയ്യാമെന്ന് വെച്ച് എടുത്തപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലും അങ്ങ് ചെയ്ത് തീർത്താൽ മതിയെന്നായി. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് റീൽസ് എടുക്കണേ എന്തിന് എടുക്കാതിരുന്നൂടെ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ഇത് നമ്മുടെ ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു വിധം റീൽസൊക്കെ എടുത്ത് അത് ഞാനിപ്പോൾ സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് കൊടുത്തിരിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വരും. അവന്മാരെ അവിടെ നല്ല ഓട്ടവും ചാട്ടവും കളിയുമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അവരവിടെ ഭയങ്കര കളിയും ഓട്ടവും ചാട്ടവും ബഹളമായിട്ടൊക്കെ നിൽക്കുകയാണ്. അച്ഛൻ കൂടെ ഉണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പോകാൻ സമയമായി, ഏകദേശം 10 മണിയോളം ആവാറായി. അപ്പോൾ ഞങ്ങളിതാ അവിടെ നിന്ന് ഓരോ കപ്പ് പായസവും കൂടെ കുടിച്ചിട്ട് ചോറായിരുന്നു അവിടെ. ഞങ്ങൾ ചെല്ലുമെന്നൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അമ്മയൊന്നും വേറെ ഒന്നും ഒരുക്കിയതുമില്ല. അപ്പോഴേക്ക് ബെറോട്ടയൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ പറഞ്ഞ് വേണ്ട, ഇനിയിപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചായയല്ല ഓരോ പായസവും കുടിച്ച്, പിന്നെ വീട്ടിൽ അമ്മയുണ്ടല്ലോ, അപ്പോൾ അമ്മയ്ക്കുള്ള പായസം പാഴ്സലെടുത്ത് അമ്മയ്ക്കുള്ള കേക്കും ഒക്കെ പാഴ്സലാക്കിക്കൊണ്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയാണ്. ആനന്ദവും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞപ്പോഴേ കേശു ഇവിടെ ഓരോ ഇത് കാണിച്ചുകൊണ്ടിരിക്കണം. ഞാൻ വരണില്ല, നിങ്ങൾ പൊയ്ക്കോ, ആദ്യക്കുട്ടനെയും കൂടെ കൊണ്ടുപോവാം. കളിച്ച് മതിയായില്ല, അവർ കളിച്ച് നല്ല രീതിയിൽ കളിച്ച് തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിയല്ലേ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2 പേരുടെയും സ്വഭാവത്തിൽ മാറ്റം വന്ന് 2 പേർക്കും പോകാനായിട്ട് വയ്യ. അവരെ കളിച്ച് ആ ഒരു രസം പിടിച്ച് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മാമ്മേനെയും അപ്പാപ്പനെയും നമ്മൾ കൊണ്ടുപോണ്. നാളെ രാവിലെ പോയിട്ട് നമ്മൾക്ക് വരും. നിങ്ങൾ ഇപ്പൊ തന്നെ പോണേ? നമ്മൾ പോണേ. അവരെ വണ്ടി കയറി നമ്മൾ പോണേ. നമ്മൾ പോണേ. തരാം. എനിക്ക് കുറേ സാമഗ്രികളുണ്ട് ഇവിടെ നിന്ന് ചുമക്കാനായിട്ട്, ട്രൈപോഡും ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ പോണത്. അപ്പോൾ കേശുവും ചേട്ടനും അനന്തവും കൂടെ വണ്ടിയിലങ്ങ് പോകും. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയല്ലോ, ഞാനങ്ങ് നടന്ന് വരാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും കൂടെ വണ്ടിയിൽ പോകാനായിട്ട് പറ്റൂലല്ലോ. അങ്ങനെ അവരും കൂടെ പോവാൻ ഇറങ്ങി എന്ന് പറഞ്ഞതിന് ശേഷമാണ് കേശു പിന്നെയും ഇറങ്ങിയത്. അപ്പോൾ അവരവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ അവർ പോകണില്ലല്ലോ, അവർ വണ്ടി കയറണില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം അവർ വണ്ടിയിൽ കയറി അവർ പോകണമെന്ന് പറഞ്ഞിട്ട്. പിള്ളേർക്ക് അവരെ പണ്ടൊക്കെ നമ്മളെ പറ്റിച്ചതുപോലെയൊന്നും നമ്മളെ മക്കളെ പറ്റിക്കാനൊന്നും പറ്റില്ല. പണ്ട് നമ്മളൊക്കെ പൊട്ട പിള്ളേരായതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കും. നമുക്ക് ഈ കള്ളത്തരമൊന്നും അറിഞ്ഞൂടല്ലോ, നമ്മൾ ചുറ്റുമുള്ളവർ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലേ നമുക്ക് അറിയാറുന്നുള്ളൂ. ഇപ്പോൾ ഉള്ള പിള്ളേർ അങ്ങനെയല്ല, ഭയങ്കര ഐക്യമുള്ള പിള്ളേരാണ്. നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കൊഞ്ച് പറഞ്ഞാൽ അവർ പറയും അങ്ങനെയല്ല, അതിങ്ങനെയാണല്ലോ എന്ന് ഇങ്ങോട്ട് ഞങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ കേശു വീണ്ടും ഓടി അങ്ങ് അകത്ത് കയറാണ്, ഇത് വരണില്ല എന്നൊക്കെ പറഞ്ഞും കൊണ്ട്. അങ്ങനെ അവസാനം അവർ വണ്ടിയിൽ കയറിയിരുന്ന് പോകണമെന്ന് പറഞ്ഞ് ആകെ പ്രശ്നമായി. അപ്പോഴേക്ക് ആ ദേഷ്യത്തിൽ അവിടെ നിന്നൊരു തേങ്ങ എടുത്തുകൊണ്ട് വരികയാണ്. ഈ തേങ്ങയും കൊണ്ടേ ഞാൻ പോവുള്ളെന്ന് വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞ് അവനിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യണം എല്ലാവരും. അവൻ പോവില്ല വരില്ല. അങ്ങനെ അമ്മ പറഞ്ഞൊരു കാര്യം ചെയ്ത്, നീ ആ തേങ്ങ കൊണ്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോഴേക്ക് അത് അവിടെ അങ്ങ് കളഞ്ഞ്.
കൊച്ചു പോട്ടെന്ന് വിചാരിക്കുമ്പോ കൊച്ചിനെ കൊണ്ടുപോകില്ല. കൊച്ചിനെ കൊണ്ടുപോകാതെ ഇവിടെ നിർത്തിയിട്ട് പോയി നിങ്ങളെ രണ്ടുപേരും പോട്ടെന്ന് വിചാരിക്കും. കൊച്ചു പോട്ടെന്ന് വിചാരിക്കുമ്പോഴേക്കും ആദ്യം ചോദിക്കാൻ ആളായി നിങ്ങളെ വണ്ടി ഇറങ്ങിയിട്ട് അവരെ ഇറങ്ങാൻ പറ്റും. വേഗം നിങ്ങൾ ഇറങ്ങി എന്നിട്ടാണ് നമുക്ക് ഇറങ്ങാൻ. ആദ്യം അയ്യോ അങ്ങനെ ഒരു മേളമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.